നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയെ വലിയൊരു പ്രകൃതി ദുരന്തം വിഴുങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരു ഭാഗം പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടേക്ക് ഏതു വിളിപ്പുറത്തുമെത്തുന്ന ഒരു രാജ്യമുണ്ടല്ലോ, സഹായത്തിന് ആദ്യം ഏവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന രാജ്യം മറ്റാരുമല്ല, ഇന്ത്യ. ഇതാ തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലുണ്ടായ വിനാശകരമായ ഇരട്ട ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം കുത്തനെ ഉയരുമ്പോൾ മരണസംഖ്യ 10,000 പിന്നിടുമെന്ന സൂചനകൾ ശക്തമാവുകയാണ്. ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി എത്തുമ്പോൾ ഇന്ത്യയും ആ രാജ്യത്തെ ചേർത്തു പിടിക്കുകയാണ്. ശക്തമായ ഇരട്ട ഭൂകമ്പം കടുത്ത നാശം വിതച്ച വെനസ്വേലയ്ക്ക് അടിയന്തര മാനുഷിക സഹായവുമായി ഇന്ത്യ എത്തി. ഭൂകമ്പാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഓപ്പറേഷൻ അമിസാദ് എന്ന് പേരിട്ട് പ്രത്യേക ദൗത്യത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. സ്പാനിഷ് ഭാഷയിൽ അമിസാദ് എന്നാൽ സൗഹൃദം എന്നാണ് അർത്ഥം. ദുരന്തബാധിതർക്കുള്ള അടിയന്തര സഹായ സാമഗ്രികളായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 തന്ത്രപ്രധാന ഗതാഗത വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ ഈ നിർണായക ദുരിതാശ്വാസ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. പരിക്കേറ്റവർക്ക് അടിയന്തര വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ അത്യാധുനിക ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും ഈ ദൗത്യത്തിന്റെ ഭാഗമായി വെനസ്വേലയിലേക്ക് അയച്ചിട്ടുണ്ട്. 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയാണ് വിമാനങ്ങളിൽ ഉള്ളത്. ഇതോടൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 2 ഭീഷ്മം പോർട്ടബിൾ ദുരന്തം നിവാരണ ക്യൂബുകൾ വെനസ്വേലയിലെത്തിക്കും. ദുരന്തമുഖങ്ങളിൽ മിനിറ്റുകൾക്കകം അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ വരെ സജ്ജീകരിക്കാൻ ശേഷിയുള്ളതാണ് ഈ മൊബൈൽ ക്യൂബുകൾ. പ്രതിസന്ധിയുടെ ഈ ദുഷ്കരമായ ഘട്ടത്തിൽ വെനസ്വേലയിലെ സർക്കാരിനും ജനങ്ങൾക്കും സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചലനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന വെനസ്വേലയിൽ മെഡിക്കൽ സംവിധാനങ്ങളുടെ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഫീൽഡ് ആശുപത്രിയും മെഡിക്കൽ സംഘവും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഇരട്ട ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നതായി ആരോഗ്യമന്ത്രി കാർലോസ് അൽവാരാഡോ സ്ഥിരീകരിച്ചു. ദുരിതത്തിൽ 4300-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ വെനസ്വേല നഗരങ്ങളെയാണ് തകർത്തത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. ഈ സമാനതകളില്ലാത്ത മാനുഷിക ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടം വെനസ്വേലയ്ക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തബാധിതർക്ക് ആവശ്യമായ മരുന്നുകൾ, അടിയന്തര രക്ഷാപ്രവർത്തന സാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ എത്തിക്കുന്നതിനാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ സൈന്യവും സന്നദ്ധ സംഘടനകളും രാജ്യാന്തര റെഡ് ക്രോസ് സംയുക്തമായാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒന്നിനു പുറകെ ഒന്നായി നിമിഷങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ 2 അതിശക്തമായ ഭൂചലനങ്ങൾ വെനസ്വേലയുടെ തീരപ്രദേശങ്ങളെ നടുക്കിക്കൊണ്ട് ബുധനാഴ്ച വൈകുന്നേരമുണ്ടായ അതിശക്തമായ ഭൂമികുലുക്കങ്ങൾ ഒരു നൂറ്റാണ്ടിനിടെ വെനസ്വേലയിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനങ്ങളിൽ ഒന്നായി മാറി. മരണവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയതായി ആക്ടിംഗ് പ്രസിഡന്റ് ടെൽസി റോസ്ട്രസ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇതോടെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. US ജിയോളജിക്കൽ സർവേ ആദ്യം അറിയിച്ചത് ആദ്യ ഭൂചലനത്തിന്റെ തീവ്രത 7.1 ആയിരുന്നു എന്നാണ്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കാരക്കാസിൽ നിന്ന് ഏകദേശം 168 കിലോമീറ്റർ, അതായത് 104 മൈൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള കരീബിയൻ തീരദേശ പട്ടണമായ മൊറോണിന് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. വെറും 39 സെക്കൻഡിനുള്ളിൽ അതിനേക്കാൾ കരുത്തുള്ള 7.2 തീവ്രതയുള്ള രണ്ടാമത്തെ ഭൂചലനവും ഉണ്ടായി. ആദ്യ ഭൂചലനം 22 കിലോമീറ്റർ ആഴത്തിലാണ് സംഭവിച്ചതെങ്കിൽ രണ്ടാമത്തേത് 10 കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത്. രണ്ടാമത്തെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മൊറോണിന് 16 കിലോമീറ്റർ, അതായത് 10 മൈൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. വെനസ്വേലയിൽ ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് അസാധാരണമാണ്. ഇപ്പോൾ ഉണ്ടായ ഭൂചലനങ്ങൾ ഒരു നൂറ്റാണ്ടിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായ ചലനങ്ങളിൽ ഒന്നാണ്. വെനസ്വേല ഒന്നിലധികം ഭ്രംശരേഖകൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും തെക്കേ അമേരിക്കൻ പ്ലേറ്റും കരീബിയൻ പ്ലേറ്റും ചേർന്നിടത്തുള്ള ഇതിന്റെ സ്ഥാനം കാരണം ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഭൂചലനങ്ങൾ വളരെ കുറവാണ്.
ലാറ്റിൻ അമേരിക്കയിലെ തന്നെ മെക്സിക്കോ, ചില്ലി തുടങ്ങിയ രാജ്യങ്ങൾ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന അതീവ ഭൗമചലന സാധ്യതയുള്ള മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ 90% ഭൂകമ്പങ്ങൾക്കും കാരണമാകുന്ന ഈ മേഖലയിലെ ഭൂകമ്പങ്ങൾ പതിവാണെങ്കിലും വെനസ്വേലയിൽ ഈ സാഹചര്യം വ്യത്യസ്തമാണ്. ഭൂകമ്പത്തെ തുടർന്ന് തലസ്ഥാനമായ കാരക്കാസിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെട്ടിടങ്ങൾ ശക്തമായി ആടിയുലയുകയും ചുവരുകൾ പൂർണ്ണമായും തകർന്നു വീഴുകയും ചെയ്തു. പലയിടത്തും വൈദ്യുതിയും സെൽഫോൺ സിഗ്നലും തടസ്സപ്പെടുകയും ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനും പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കി. നാശനഷ്ടങ്ങൾക്കൊപ്പം തന്നെ ആളപായത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരുന്നുണ്ട്. ഫാൽക്കൺ സ്റ്റേറ്റിൽ 32 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭൂകമ്പം കഴിഞ്ഞ് 4 മണിക്കൂർ പിന്നിട്ടിട്ടും നിരവധി പേർ ഇപ്പോഴും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഗവർണർ വെക്ടർ ക്ലാർക്ക് അറിയിച്ചു. പരിക്കേറ്റവരെ സഹായിക്കാൻ രാജ്യത്തെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും അടിയന്തരമായി ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യാൻ ആക്ടിംഗ് പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃത്യമായ മരണസംഖ്യയോ പരിക്കേറ്റവരുടെ വിവരങ്ങളോ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വെനസ്വേലയിലെ പ്രധാന വിമാനത്താവളമായ സൈമൺ ബോളിവർ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഭൂകമ്പത്തിൽ കനത്ത കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ അതീവ ഗുരുതരമായതിനെ തുടർന്ന് വിമാനത്താവളം ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കാരക്കാസിലെ ആൾട്ടാമിറ പോലെയുള്ള തിരക്കേറിയ ഭാഗങ്ങളിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീണത് അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചതായി ആഭ്യന്തരമന്ത്രി ഡിയോസ് ഡാഡോ കാബോല പറയുന്നു. റോഡുകളിൽ വീണുകിടക്കുന്ന വൈദ്യുത പോസ്റ്റുകളും അവശിഷ്ടങ്ങളും ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം വെനസ്വേലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. 1700 കിലോമീറ്റർ അകലെയുള്ള ബ്രസീലിന്റെ ആമസോൺ മേഖലയിലെ മനൌസ് പോലെയുള്ള നഗരങ്ങളിൽ കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചു. കൊളംബിയയുടെ ചില ഭാഗങ്ങളിലും ചലനം അനുഭവപ്പെട്ടുവെങ്കിലും അവിടെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിർജിൻ ഐലൻഡിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കൊളംബിയൻ തീരത്ത് സുനാമി ഭീഷണിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുരന്ത സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. എൽ സാൽവാഡോ പ്രസിഡന്റ് സായിബ് ബുക്കേലെ വെനസ്വേലൻ ജനതയ്ക്ക് പ്രാർത്ഥനകളും പിന്തുണയും അറിയിച്ചു. അമേരിക്കൻ പ്രതിനിധികളും വെനസ്വേലയിലെ ദുരിതബാധിതർക്കായി തങ്ങളുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. തുടർ ചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ആളുകൾ തകരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് മാറി പുറത്തു തന്നെ തുടരാൻ നിർദ്ദേശമുണ്ട്. രാജ്യത്ത് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഏതാനും ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി എല്ലാ പ്രോട്ടോകോളുകളും സജീവമാക്കിയതായും കുട്ടികളുടെയും മുതിർന്നവരുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും ആഭ്യന്തരമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.